ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. എൻഡ്യൂറൻസ് ടാസ്കിന്റെ ബാക്കി ലൈവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അനുമോള് ക്യാപ്റ്റൻ ആവരുത് എന്ന് ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു കേട്ടോ. നിസ്സാര കാരണം പറഞ്ഞിട്ട് അനുമോളെ ടാസ്കിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആദിലയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. ആദില നൂറയ്ക്ക് പോലും അനുമോള് ക്യാപ്റ്റൻ ആവരുത് എന്നൊരു കാര്യം മനസ്സിലുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഒരു രീതിയിലുള്ള തെറ്റും അനുമോൾ ആ ഒരു ടാസ്കിനകത്ത് ചെയ്തിരുന്നില്ല. കറക്റ്റ് ആയിട്ട് തന്നെയാണ് അനുമോൾ പിടിച്ചത്. അത് എന്താണ് ഇവർ കണ്ട തെറ്റെന്ന് എനിക്ക് അറിയത്തില്ല. അനുമോളെ കൈ വിട്ടതും ആര്യന്റെ കൈ ഒന്ന് വിട്ടുപോയിരുന്നു. അതും പറഞ്ഞിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യൻ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോൾ ഔട്ടായല്ലോ. അനുമോൾ ഔട്ടായപ്പോ അനുമോളുടെ ആ കയറിന്റെ വെയിറ്റും കൂടി ആര്യന് കിട്ടി. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാൽ അത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ആ വെയിറ്റും താങ്ങി പിടിച്ച ആര്യൻ എത്ര നേരം നിൽക്കാനായിട്ട് പറ്റും? അപ്പൊ അത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആര്യനായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ടാസ്കിൽ ജയിക്കേണ്ടത്. കാരണം രണ്ട് കൈ കൊണ്ട് പിടിക്കാൻ പോയപ്പോ അതിനും ആര്യനെ സമ്മതിക്കുന്നില്ല. രണ്ട് കൈ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അക്ബറിനും നെവിനും സ്വാഭാവികമായിട്ടും ആര്യൻ തന്നെ ക്യാപ്റ്റൻ ആവണമെന്നാണ്. ആദില, നൂറ, അനുമോള് ഇവർക്കൊക്കെ സാബുമാനെ ക്യാപ്റ്റൻ ആക്കണമെന്നായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് വാർ പോലെയൊക്കെ സംഭവിക്കുന്നുണ്ട് ലൈവിനകത്ത്. എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് ആര്യൻ തന്നെയാണ് ക്യാപ്റ്റൻ ആവാൻ ഡിസേർവിംഗ് എന്ന് തോന്നുന്നു. കാരണം ഒരു ടാസ്ക് ബേസിസിൽ നോക്കിയാൽ ഡിസഡ്വാൻറ്റേജ് ആര്യനായിരുന്നു. സാബുമാൻ ഒരു അറ്റത്താണ് പിടിച്ചിരുന്നത്. ആര്യൻ അപ്പോ സ്വാഭാവികമായിട്ട് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അത് ആ ഒരു ടോളറൻസ് എൻഡ്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വിടും, കൈ വിട്ടു പോവും. അപ്പൊ കൈ വിട്ടു പോയി ആ ഒരു ഗ്യാപ്പിൽ ഇവര് പൊക്കി. ആര്യൻ തോറ്റു എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി ആര്യനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ ഇത് പേഴ്സണൽ വെണ്ടറ്റയാണെന്ന് പറഞ്ഞിട്ട് അതിലൂടെ പുറകെ ചാടി കയറുന്നുണ്ട്, ചാടി കടിക്കുന്നുണ്ട്. അക്ബറും നെവിനും ഒക്കെ രോഷാകുലരായിട്ട് ഈ ഒരു വഴക്ക് ആളി കത്തിക്കാനായിട്ട് നിപ്പുണ്ട്. ഷാനവാസ്, അനീഷ്, ഹൗസ്മേറ്റ്സ് എല്ലാവരും തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. എനിക്കിതിനകത്ത് തോന്നുന്നത് സാബുമാൻ അല്ലായിരുന്നു ക്യാപ്റ്റൻ ആവാൻ ഡിസേർവിംഗ്. ആര്യന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ആര്യനായിരുന്നു ക്യാപ്റ്റൻ ആവേണ്ടിയിരുന്നത്. കാരണം ഈ ഒരു ഡിസഡ്വാൻറ്റേജ് അനുമോളെ പുറത്താക്കിയത് തന്നെ അൺഫെയർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അനുമോളെ പുറത്താക്കി അനുമോളുടെ ആ ഒരു വെയിറ്റും കൂടി ആര്യൻ താങ്ങി പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണ്. രണ്ട് കൈവച്ച് പിടിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സാബുമാനാണ് ഇപ്പൊ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സാബുമാൻ ഓൾറെഡി ഇമ്മ്യൂണിറ്റി കിട്ടി സേവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ കൂട്ടത്തിലാണ് ക്യാപ്റ്റൻ എന്നുള്ള ആ ഒരു സംഭവം കൂടി കിട്ടിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണോ ഈ ഗെയിം പോകുന്നതെന്ന് ബിഗ് ബോസിന് മാത്രം അറിയാം. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇമ്മ്യൂണിറ്റി ലഭിക്കേണ്ടാത്തവർക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. നോമിനേഷനിൽ വന്ന് എവിക്റ്റായി പോകേണ്ടവർ സേവ് ആയിട്ട് ഇരിക്കുന്നു. ഇതൊക്കെ വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഹൗസ്മേറ്റ്സ് നോമിനേറ്റ് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് പ്രേക്ഷക വിധിക്കായിട്ട് ലഭിക്കത്തുള്ളൂ. അതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹൗസ്മേറ്റ്സ് നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നോമിനേഷനിൽ വരില്ല, അത്രേ ഉള്ളൂ. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ടാസ്കിൽ എത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഈ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആർക്ക് കൊടുത്താലും ഇതിലും മനോഹരമായിട്ട് പലരും ചെയ്യും. അപ്പൊ ഈ കുറെ നേരം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിന്നുള്ളതൊന്നും ഒരുപാട് സീസൺസിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഒരുപാട് ഭാഷകളിൽ ചെയ്തിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ആർക്ക് കൊടുത്താലും അവർ ആ ഒരു പെയിൻ എൻഡ്യൂർ ചെയ്യുക തന്നെ ചെയ്യും. ആര്യനും മികച്ച രീതിയിൽ തന്നെ ചെയ്തു, സാബുമാനും മികച്ച രീതിയിൽ തന്നെ ചെയ്തു, അനുമോളും അതിഗംഭീരമായിട്ട് തന്നെ ഒരു ടാസ്ക് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.